ഹായ്, നമുക്കിന്നിവിടെ ഗ്യാരണ്ടി ഓഫ് പ്രോഫിറ്റ് ടു എ പാർട്ട്ണർ പഠിക്കാം. ഗ്യാരണ്ടി പാർട്ട്ണർ എന്ന് പറയുന്നത് എന്താ? ഇപ്പൊ ഒരു ബിസിനസ്സിലെ ഒരു പാർട്ട്ണറെ നമ്മൾ അഡ്മിറ്റ് ചെയ്യുമ്പോൾ ആ ബിസിനസ്സിന് പ്രോഫിറ്റ് ആണെങ്കിലും ലോസ് ആണെങ്കിലും മിനിമം ഇത്ര രൂപ ഗ്യാരണ്ടി തരാന്ന് പറഞ്ഞിട്ട് ഒരു പാർട്ട്ണറെ നമ്മൾ ഇൻവൈറ്റ് ചെയ്യുന്നതിനെയാണ് ഗ്യാരണ്ടി പാർട്ട്ണർ എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ എയും ബിയും പാർട്ട്നേഴ്സ് ആയിരുന്നു. അവർ സീനെ ഇൻവൈറ്റ് ചെയ്യുവാണ് ബിസിനസ്സിലോട്ട് പാർട്ട്ണറായിട്ട്. അപ്പൊ സിക്ക് അവർ പറയുന്ന ഡിമാൻഡ് എന്ന് പറയുന്നത്, സീനോട് പറയുന്നത്, നിനക്ക് ഒരു സർട്ടൺ പെർസെൻറ്റേജ്, സപ്പോസ് ഇപ്പൊ എന്താ ഒരു 80,000 ഇയർലി ഞങ്ങൾ മിനിമം പ്രോഫിറ്റ് തന്നിരിക്കും എന്ന് പറഞ്ഞിട്ടാണ് സീന അവർ ബിസിനസ്സിലോട്ട് ഇൻവൈറ്റ് ചെയ്യുന്നത്. അങ്ങനെ ഇൻവൈറ്റ് ചെയ്യുന്ന പാർട്ട്ണറെയാണ് എന്തെന്ന് പറയുന്നത്, ഗ്യാരണ്ടി പാർട്ട്ണർ എന്ന് പറയുന്നത്. അപ്പൊ അവിടെ ലോസ് ആണെങ്കിലും അവര് സിക്ക് ആ ഗ്യാരണ്ടി ചെയ്ത എമൗണ്ട് ആയ 80,000 റുപ്പീസ് അവിടെ കൊടുത്തിരിക്കണം. ഈ കൊടുക്കുന്നത് എയും ബിയും കൂടി കൊടുക്കാം. ചിലപ്പോൾ ബിക്ക് താല്പര്യമില്ല, എക്ക് മാത്രമാണ് താല്പര്യമെങ്കിൽ എക്ക് മാത്രമായിട്ട് കൊടുക്കാം. അങ്ങനെയൊക്കെ കൊടുക്കാം. അപ്പൊ ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ടാവും ഈ ഡെഫിസിറ്റ് എമൗണ്ട് എങ്ങനെയാണ് കൊടുക്കുന്നതെന്നും ഏത് റേഷ്യോയിലാണ് കൊടുക്കുന്നതെന്നൊക്കെ ക്വസ്റ്റ്യനിൽ പറയണ്ടാവും. അതനുസരിച്ചിട്ടാണ് നമ്മൾ പ്രോബ്ലം ചെയ്യേണ്ടത്. അപ്പൊ നമുക്കൊരു ക്വസ്റ്റ്യൻ വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ഈ ക്വസ്റ്റ്യനിൽ പറയുന്നത് പി ആൻഡ് ക്യൂ were partners in a firm sharing profit in the ratio of 5:3. They admit R as a new partner. അവർ അഡ്മിറ്റ് ചെയ്യുന്നത് ആറിനെയാണ് പാർട്ട്ണർ ആയിട്ട്. വിത്ത് എ ഗ്യാരണ്ടി പ്രോഫിറ്റ് ഓഫ് 75,000. എന്താ പറയുന്നത്? ഗ്യാരണ്ടി പ്രോഫിറ്റ് 75,000 ആണെന്ന് പറയുന്നുണ്ട്. ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ഓഫ് പി ആൻഡ് ക്യൂ വിൽ റിമെയിൻ സെയിം, but they agree to bear any deficiency on account of guarantee to R in the ratio of 3:2. അപ്പൊ ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ സെയിം ആണെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് പറയുവാണ് ആറിന് കൊടുക്കുന്ന എന്തെങ്കിലും ഡെഫിസിറ്റ് എമൗണ്ട് വരുന്നുണ്ടെങ്കിൽ അത് പിയും ക്യൂവും കൂടി ഷെയർ ചെയ്യുന്നത് 3:2 പറയുന്നുണ്ട്. ക്വസ്റ്റ്യനിൽ പ്രോഫിറ്റ് തന്നിട്ടുണ്ട്. എന്ത് പ്രിപ്പയർ ചെയ്യാനാ പറഞ്ഞേക്കണേ? പി ആൻഡ് എൽ അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. അപ്പൊ ലാസ്റ്റ് വീഡിയോസിലൊക്കെ നമ്മൾ പി ആൻഡ് എൽ അപ്രോപ്രിയേഷൻ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ പ്രിപ്പയർ ചെയ്യുന്നതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തതാണ്. ഫോർമാറ്റ് എല്ലാവർക്കും അറിയാം. ക്രെഡിറ്റ് സൈഡിൽ നമുക്ക് നെറ്റ് പ്രോഫിറ്റ് എഴുതാം. ബൈ നെറ്റ് പ്രോഫിറ്റ്. എത്ര നെറ്റ് പ്രോഫിറ്റ്? 4 lakh. ഇനി ഇവിടെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ് ആണ്, അത് ക്വസ്റ്റ്യനിൽ പറയുന്നില്ല. സാലറി ഇല്ല, കമ്മീഷൻ ഇല്ല, ഒന്നുമില്ല. നേരെ നമുക്ക് ബാലൻസ് ചെയ്യാം. ബാലൻസ് ചെയ്യുമ്പോൾ നമ്മൾ ഇവിടെയാണ് ലെസർ എമൗണ്ട് ആയിട്ട് വരിക. അപ്പൊ നമ്മൾ പ്രോഫിറ്റ് എന്ന് പറഞ്ഞിട്ട് to profit transfer to ആർക്കൊക്കെയാ? പി ക്യാപിറ്റൽ, ക്യൂ ക്യാപിറ്റൽ, ആർ ക്യാപിറ്റൽ. പക്ഷെ ഇവിടെ പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണമെങ്കിൽ ആറിന് അഡ്മിറ്റ് ചെയ്ത ശേഷമാണ്. അതായത് ആറിന് അഡ്മിറ്റ് ചെയ്യുന്നത് 1st April 2023 ആണ്. നമ്മളോട് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞേക്കണത് 31st March 2024. അപ്പൊ ഈ ഇയറിന്റെ എൻഡിലാണ് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞേക്കണത്. എൻഡിൽ എന്ന് പറയുമ്പോൾ അവിടെ ആറ് അഡ്മിറ്റഡ് ആണ്. അപ്പൊ അവിടെ 3 പാർട്ട്നേഴ്സ് ആണ് ഇപ്പൊ ഉള്ളത്, പി, ക്യൂ ആൻഡ് ആർ. അപ്പൊ നമ്മൾ ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ഇവിടെ ഫൈൻഡ് ഔട്ട് ചെയ്യണം. എങ്ങനെ ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ഫൈൻഡ് ഔട്ട് ചെയ്യും? ഇവിടെ ആറിന്റെ ഷെയർ എത്ര പറയണേ? 1/8. ആറിന്റെ ഷെയർ 1/8 ആണെങ്കിൽ നമുക്ക് ടോട്ടൽ ഷെയറിനെ 1 എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? ബാലൻസ് ന്യൂ ഷെയർ. -1 1/8. അപ്പൊ 80ന്ന് 1 മൈനസ് ചെയ്താൽ റിമൈനിങ് 7 ആണ്. 7/8. ഇവിടെ ഇത് എങ്ങനെയാ വന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ ടോട്ടൽ പാർട്ട് 8 ആണ്. 8ല് 1 പാർട്ട് ആറിന് പോയി. ടോട്ടൽ ന്യൂ പാർട്ട് 8 ആണ്. 8ല് 1 പാർട്ട് ആർക്ക് പോയി? ആറിന് പോയി കഴിഞ്ഞാൽ റിമൈനിങ് ന്യൂ പാർട്ട് എന്ന് പറയുന്നത് 7/8 ആണ്. ഈ 7/8 ആണ് ആര് ഷെയർ ചെയ്യുന്നത്? ഷെയർഡ് ബൈ പി ആൻഡ് ക്യൂ
ഇൻ സെയിം റേഷ്യോ എന്നാ പറയണം. അപ്പൊ ഏത് റേഷ്യോ? അവരുടെ ഓൾഡ് റേഷ്യോ എത്രയാ? 5:3 ഷെയർ ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് പിയുടെ ന്യൂ ഷെയർ കാണാം. പി ന്യൂ ഷെയർ ഈക്വൽ ടു 7/8 ആണ് ഇൻറ്റു ഓൾഡ് റേഷ്യോ എന്ന് പറയുന്നത് 5:3 ആണ്. അപ്പൊ പിയുടെ ഓൾഡ് ഷെയർ എന്ന് പറയുന്നത് പിയുടെ ഓൾഡ് ഷെയർ എത്രയാ? 5/8 അല്ലേ? അപ്പൊ 7/8 ഇൻറ്റു 5/8. 8 വന്നെ എങ്ങനെയെന്ന് മനസ്സിലായില്ലേ? 5 + 3. അപ്പൊ 7 5s are 35/64 പി. ദെൻ ക്യൂ ന്യൂ ഷെയർ എന്ന് പറയുന്നത് 7/8 ഇൻറ്റു 3/8 is 21/64. അങ്ങനെയാണെങ്കിൽ നമുക്ക് ന്യൂ റേഷ്യോ ഫൈൻഡ് ഔട്ട് ചെയ്യാം. ന്യൂ റേഷ്യോ ഈക്വൽ ടു 35/64 is to 21/64 is to 1/8 ആറിന്റെ. ഇത് രണ്ടും ഡിനോമിനേറ്റർ 64ലാണ്. അപ്പൊ 8നെ നമുക്ക് 64ലോട്ട് കൺവേർട്ട് ചെയ്യാൻ ഇൻറ്റു 8 ചെയ്യാൻ ന്യൂമറേറ്ററിനും ഡിനോമിനേറ്ററിനും. ഇങ്ങനെയാണെങ്കിൽ റേഷ്യോ എന്ത് വരും? 35:21:8. ഓക്കെ, ഇതാണ് ന്യൂ റേഷ്യോ. അപ്പൊ ന്യൂ റേഷ്യോയിലാണ് നമ്മൾ ഇവിടത്തെ നമ്മളുടെ പ്രോഫിറ്റ് ഡിവൈഡ് ചെയ്ത് കൊടുക്കേണ്ടത്. 4 lakh. അങ്ങനെയാണെങ്കിൽ പി ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ട് പിക്ക് വരുന്നത് 4 lakh ഇൻറ്റു 35/64. അപ്പൊ പിയുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് 2,18,750. ക്യൂവിന്റെ ക്യാപിറ്റൽ 4 lakh ഇൻറ്റു 21/64 ചെയ്യുമ്പോൾ 1,31,250. ആറിന്റെ ക്യാപിറ്റൽ 4 lakh ഇൻറ്റു 8/64 ചെയ്യുമ്പോൾ 50,000. നമ്മള് പി കഴിഞ്ഞിട്ട് ഗ്യാരണ്ടി പാർട്ട്ണർ ആണ് ക്വസ്റ്റ്യൻ എങ്കിൽ ഒരു 2 lines വിട്ടിട്ട് വേണം അടുത്ത ക്യൂവിന്റെ ക്യാപിറ്റൽ എഴുതാൻ. എന്നിട്ട് അവിടെ 2 lines വിട്ടിട്ട് വേണം ആറിന്റെ ക്യാപിറ്റൽ എഴുതാൻ. ഇവിടെ നമുക്ക് അഡ്ജസ്റ്റ്മെന്റ്സ് ചെയ്യാനുണ്ട്. അപ്പൊ ഇവിടെ ഗ്യാരണ്ടി ആരാണ്? അതിനെ ആദ്യം സോൾവ് ചെയ്യാം. ഗ്യാരണ്ടി ആറിന് ഗ്യാരണ്ടി പറയുന്നത് എത്രയാണ്? 75,000 ആണ് ആറിന്റെ ഗ്യാരണ്ടിയുടെ എമൗണ്ട്. പക്ഷെ ഇവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തപ്പോ ആറിന് കിട്ടിയത് 50,000 കിട്ടിയിട്ടുള്ളൂ. അപ്പോ ഡെഫിസിറ്റ് എമൗണ്ട് ഉണ്ട്. എത്രയാണ് ഡെഫിസിറ്റ് എമൗണ്ട്? അത് നമുക്ക് ആഡ് ചെയ്യാം. ഡെഫിസിറ്റ് എമൗണ്ട് എത്രയാണ്? 25,000 അല്ലെ? 75ന്ന് 50 മൈനസ് ചെയ്യുമ്പോൾ 25,000 ആണ്. ആ എമൗണ്ട് ഡെഫിസിറ്റ് എമൗണ്ട് നമ്മൾ ആഡ് ചെയ്ത് ഔട്ടർ കോളത്തിലോട്ട് 75 എഴുതി ആറിനെ നമുക്ക് സോൾവ് ചെയ്യാം. എന്നിട്ട് ഈ ഡെഫിസിറ്റ് എമൗണ്ട് അവരെടുക്കുന്നത് ഏത് റേഷ്യോയിലാണ്? പിയും ക്യൂവും 3:2 അപ്പൊ പിയുടെ കയ്യിൽ നിന്ന് 3/5 പോവും, ക്യൂവിന്റെ കയ്യിൽ നിന്ന് 2/5 പോവും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ മൈനസ് ചെയ്യാം. എത്രയാണ്? 25,000 ഇൻറ്റു 3/5 15,000 ഇവിടെ പിയുടെ കയ്യിൽ നിന്ന് പോവും. ഇവിടെ എത്ര പോവും? 25,000 ഇൻറ്റു 2/5 10,000 ഇവിടെ ക്യൂവിന്റെ കയ്യിൽ നിന്ന് പോകും. അപ്പോ പിക്ക് കിട്ടുന്നത് 2,03,750, ക്യൂവിന് കിട്ടുന്നത് 1,21,250 ആണ്. ഇങ്ങനെയാണ് ഗ്യാരണ്ടി പാർട്ട്ണറിന്റെ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഇവിടെ ക്വസ്റ്റ്യൻ പറയുന്നത് അമേയ് ആൻമോൾ ആൻഡ് റോഷൻ entered into partnership on 1st July 2021. ഇവിടെ ഒരു പാർട്ട്ണർഷിപ്പിൽ എൻ്റർ ചെയ്തത് 1st ജൂലൈയിലാണ്. ഡേറ്റ് കഴിഞ്ഞ പ്രോബ്ലത്തിൽ അത് 1st April ആയിരുന്നു. ഇയർ
ബിഗിനിങ്ങിലായിരുന്നു, ഓപ്പണിംഗ് ഡേറ്റിലായിരുന്നു. ഇവിടെയാണെങ്കിൽ 1st ജൂലൈ ആണ്. എന്നിട്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ പറയുന്നത് 31st മാർച്ച് 2022ലാണ്. ജൂലൈയിൽ ഓപ്പൺ ചെയ്തിട്ട് മാർച്ചിലാണ് അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്നത്. അപ്പൊ ജൂലൈ ടു മാർച്ച് എന്ന് പറയുമ്പോൾ അവിടെ എത്ര മാസമുണ്ട്? ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച്. 9 months ആണ് അവിടെ ഉള്ളത്. 1st ജൂലൈ 2021 to 31st മാർച്ച് 2022 എന്ന് പറയുമ്പോൾ 9 months ആണ് അവിടെ ഉള്ളത്. ഈ വർഷം ആ ബിസിനസ് 9 months ആണ് വർക്ക് ചെയ്തത്. അപ്പൊ നമുക്ക് എല്ലാം 9 monthsന്റെ കാൽക്കുലേറ്റ് ചെയ്താൽ മതി. അതാണ് നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട. ഒരു ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ ആ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത എന്നാണ് ഡേറ്റ് ഉണ്ടെങ്കിൽ അത് നോക്കുക. അപ്പൊ അത്രയും നാളത്തെ കാൽക്കുലേഷൻസ് ആണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, പി ആൻഡ് എൽ അപ്രോപ്രിയേഷനിൽ നമ്മൾ ആദ്യം ചെയ്തതുപോലെ തന്നെ ഇവിടെ പ്രോഫിറ്റ് എത്രയാണെന്ന് നോക്കാം. ഇവിടെ പ്രോഫിറ്റ് ഫോർ ദ ഇയർ എൻറ്റേർഡ് എത്രയാണ് പറയുന്നത്? 1,38,000 ആണ് പ്രോഫിറ്റ് പറയുന്നത്. ഇനിയാണെങ്കിൽ നമുക്ക് ക്രെഡിറ്റ്സ് എഴുതാം. ബൈ നെറ്റ് പ്രോഫിറ്റ് 1,38,000. ഓക്കെ, ദെൻ ക്വസ്റ്റ്യനിൽ പിന്നെ എന്താ പറയുന്നത്? അമ്മേ ഗ്യാരണ്ടീഡ് ദാറ്റ് റോഷൻ ഷെയർ ഓഫ് പ്രോഫിറ്റ്. ഇവിടെ റോഷൻ ആണ് ഗ്യാരണ്ടി പാർട്ട്ണർ. ഈ റോഷന്റെ പ്രോഫിറ്റ് ആരാണ് ഗ്യാരണ്ടി ചെയ്യുന്നത്? അമ്മയാണ് ഗ്യാരണ്ടി ചെയ്യുന്നത്. എങ്ങനെയാണ് ചെയ്യുന്നത്? ആഫ്റ്റർ ചാർജിങ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുത്ത ശേഷം അയാൾക്ക് വുഡ് നോട്ട് ബി ലെസ് ദാൻ 36,000 പെർ ആനം. 36,000 പെർ ആനം ആണ്. ഒരു വർഷം 36,000 ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുത്ത ശേഷം ഒരു വർഷം എത്രയാണ്? 36,000 ആണ് ഗ്യാരണ്ടി പറയണത്. അപ്പൊ ഇവിടെ 9 months ഇയറിൽ ബിസിനസ് വർക്ക് ചെയ്തിട്ടുള്ളൂ. അപ്പൊ നമുക്ക് ഗ്യാരണ്ടി പ്രോഫിറ്റ് കണ്ടുപിടിക്കാം. എങ്ങനെയാ കണ്ടുപിടിക്കണേ ഗ്യാരണ്ടി? റോഹൻസ് ഗ്യാരണ്ടി പ്രോഫിറ്റ് എത്ര വരും? 1 year 36,000 into 9/12 27,000 ആണ് അയാളുടെ ഗ്യാരണ്ടി എമൗണ്ട് ആയിട്ട് വരും. ഓക്കെ, ഇങ്ങനെയാണെങ്കിൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ പ്രൊവൈഡ് ചെയ്ത ശേഷം എന്ന് പറയേണ്ടത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുക്കാം. ടു ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ആർക്കൊക്കെ കൊടുക്കണ്ടേ? അമേയ്, ആൻമോൾ ആൻഡ് റോഷൻ. ഓക്കെ, എത്ര പെർസെന്റേജ് ആണ്? 6% ആണ് പെർ ആനം. അങ്ങനെയാണെങ്കിൽ 9 monthsന്റെ ആണ് വരുന്നത്. പിന്നെ ഇവിടെ ഒരു ക്വസ്റ്റ്യന്റെ പ്രത്യേകതയുണ്ട്, ഫിക്സഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അപ്പൊ ലാസ്റ്റ് വീഡിയോസിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു ഫിക്സഡ് ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ എങ്ങനെയാ എഴുതണ്ടേന്ന്. അപ്പൊ എങ്ങനെയാ എഴുതണ്ടേ? അമ്മയ് കറണ്ട് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ടാണ് എഴുതണ്ടേ. ഇവിടെ ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് എത്രയാ? അമ്മയുടെ ക്യാപിറ്റൽ 2 lakh. അപ്പൊ 2 lakhന്റെ 6% into 9/12 9 months. ഇപ്പൊ 9,000 വരും. പിന്നെ ആൻമോൾ കറണ്ട് അക്കൗണ്ട്. ആൻമോളിന്റെ ക്യാപിറ്റൽ 1 lakh ആണ്. 6% into 9/12 4,500. അടുത്തത് റോഹൻ ആണ്. റോഹന്റെയും ക്യാപിറ്റൽ 1 lakh ആണ്. ഓക്കെ, ഇനി നമുക്ക് ബാലൻസ് ചെയ്യാം. ഡെബിറ്റ് സൈഡ് കുറവായതുകൊണ്ട് നമുക്ക് പ്രോഫിറ്റ് എന്ന് പറയാം.
റോഹന്റെ എമൗണ്ട് എത്രയാന്ന് നോക്കാം. ഡിഫറൻസ് വരുന്നത് 1,20,000 ആണ്. 1,20,000 അമ്മയ്ക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. 1,20,000 ഇൻറ്റു ന്യൂ റേഷ്യോ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ട കാര്യമില്ല. 3:2:1. അങ്ങനെയാണെങ്കിൽ 3/6. ഓക്കെ, അമ്മയ്ക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ 1,20,000 ഇൻറ്റു 3/6 ചെയ്യുമ്പോൾ 60,000 കിട്ടും. 1,20,000 ആൻമോളിന് ഡിവൈഡ് ചെയ്യുമ്പോൾ 40,000 കിട്ടും. റോഹന് ഡിവൈഡ് ചെയ്യുമ്പോൾ 20,000 കിട്ടും. എന്നിട്ട് നമ്മൾക്ക് ഇവിടെ ഗ്യാരണ്ടി പറഞ്ഞേക്കുന്ന ആളുടെയാണ് ആദ്യം നോക്കേണ്ടത്. അപ്പൊ റോഹനെയാണ് നമുക്ക് സെറ്റിൽ ചെയ്യാൻ നോക്കേണ്ടത്. റോഹൻ ഓഫർ ചെയ്തിരിക്കുന്നതെന്ന് പറയുന്നത് ഗ്യാരണ്ടി 36,000 പെർ ഇയർ ആണ്. നമ്മൾ ഈ വർഷം 9 months ഉള്ളൂ. അപ്പൊ പുള്ളിക്ക് ഓഫർ ചെയ്തത് 27,000 ആണ്. ഇങ്ങനെയാണെങ്കിൽ ഇവിടെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞപ്പോ റോഹന് 20,000 കിട്ടിയുള്ളൂ. അപ്പൊ 7,000 ഡെഫിസിറ്റ് ഉണ്ട്. അത് നമുക്ക് ആഡ് ചെയ്ത് 27,000 ആക്കാം. ഈ 27,000 7,000 ആരുടെ കയ്യിൽ നിന്ന് എടുക്കുന്നേ? ഇവിടെ പറയുന്നുണ്ട് ആരുടെ കയ്യിൽ നിന്ന്. അമ്മയാണ് ഗ്യാരണ്ടി. അപ്പൊ അമ്മയുടെ കയ്യിൽ നിന്ന് എടുത്താൽ മതി, ആൻമോളിന്റെ കയ്യിൽ നിന്ന് എടുക്കണ്ട. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ആൻമോളിന് ഔട്ടറിലോട്ട് 40,000 തന്നെ എഴുതാം. എന്നിട്ട് അമ്മയുടെ കയ്യിൽ നിന്ന് നമുക്ക് 7,000 മൈനസ് ചെയ്തിട്ട് എഴുതാം. അപ്പൊ എത്ര വരും? 53,000. ഓക്കെ ആണോ ഇത്? ഇങ്ങനെയാണ് ഗ്യാരണ്ടി പാർട്ട്ണർ ചെയ്യേണ്ടത്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യനിലും ഇവിടെ പറയുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ആണ് പ്രിപ്പയർ ചെയ്യാൻ പറയുന്നത്. 31st March 2004. ഓക്കെ, ഇത് ഫേം സ്റ്റാർട്ട് ചെയ്ത് 1st April 2023 ആണ്. അപ്പോൾ 1 year ആണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് ഷെയർ ചെയ്യുന്ന റേഷ്യോ തന്നിട്ടുണ്ട് 3:2:1. എന്നിട്ട് പറയുവാണ് പാർട്ട്നേഴ്സിന് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ഗ്യാരണ്ടി പാർട്ട്ണർ ആരാണെന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബിശ്വാസ് ആണ് ഗ്യാരണ്ടി പാർട്ട്ണർ. സെക്കൻഡ് പേഴ്സൺ ആണ് ഗ്യാരണ്ടി പാർട്ട്ണർ. എന്താ പറയുന്നത് അതിനെ കുറിച്ച്? ഇൻക്ലൂഡിംഗ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ബട്ട് excluding salary is guaranteed at a minimum of 82,000 per annum. Including interest on capital, excluding salary. ഇവിടെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഇൻക്ലൂഡ് ചെയ്തിട്ട് അയാൾക്ക് എത്ര കിട്ടണം? 82,000 പെർ ആനം കിട്ടണം. എന്നാൽ സാലറി കൺസിഡർ ചെയ്യാൻ വേണ്ട, അത് എക്സ്ക്ലൂഡഡ് ആണ്. അപ്പൊ നമുക്ക് പി ആൻഡ് എൽ അപ്രോപ്രിയേഷൻ അറിയാവുന്ന പോലെ തന്നെ നമുക്ക് അതിന്റെ ഫോർമാറ്റിൽ എഴുതാം. ആദ്യം നെറ്റ് പ്രോഫിറ്റ് എഴുതാം. ക്വസ്റ്റ്യനിൽ നെറ്റ് പ്രോഫിറ്റ് പറയുന്നത് എത്രയാ? 3,12,000 ആണ് നെറ്റ് പ്രോഫിറ്റ് പറയുന്നത്. ഓക്കെ, പിന്നെ എന്താ ക്വസ്റ്റ്യനിൽ പറയുന്നത്? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് 2 ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് കൊടുക്കാം. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഇവിടെ അൻവർ ക്യാപിറ്റൽ അക്കൗണ്ട്. അൻവറിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ എത്രയാണ് ക്യാപിറ്റൽ കിട്ടുക? അൻവറിന്റെ ക്യാപിറ്റൽ എത്രയാണ്? 8 lakh ആണ് അൻവറിന്റെ ക്യാപിറ്റൽ. 8 lakhന്റെ 6%. 8 lakhന്റെ 6%. 8 lakh into 6/100, 48,000. അൻവറിന്റെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ബിശ്വാസ് ക്യാപിറ്റൽ അക്കൗണ്ട്. ബിശ്വാസിന്റെ ക്യാപിറ്റൽ 6 lakh ആണ്. 6 lakhന്റെ 6%. 36,000. നെക്സ്റ്റ് ദിവ്യയാണ്. ദിവ്യ ക്യാപിറ്റൽ അക്കൗണ്ട്. ദിവ്യയുടെ ക്യാപിറ്റൽ 4 lakh ആണ്. 4 lakhന്റെ 6%. 24,000. ഓക്കെ, ക്യാപിറ്റൽ പ്രൊവൈഡ് ചെയ്തു. ക്യാപിറ്റൽ പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ സാലറി പറയുന്നുണ്ട്. സാലറി ടു ബിശ്വാസ് ആൻഡ് ദിവ്യ അറ്റ് 4,000 പെർ മന്ത് ആൻഡ് 6,000 പെർ ക്വാർട്ടർ റെസ്പെക്റ്റീവ്ലി. അപ്പൊ ബിശ്വാസിന്റെ സാലറി അപ്പൊ നമുക്ക് എഴുതാം ടു സാലറി. എന്നിട്ട് ആർക്കൊക്കെയാ? ബിശ്വാസ്
ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് സാലറി എത്രയാ പറയുന്നത്? ബിശ്വാസിന് 4,000 പെർ മന്ത്. അങ്ങനെയാണെങ്കിൽ 4,000 into 12 48,000. ദിവ്യക്ക് സാലറി എത്ര? 6,000 പെർ ക്വാർട്ടർ. ദിവ്യ ക്യാപിറ്റൽ അക്കൗണ്ട് 6,000 പെർ ക്വാർട്ടർ. എത്ര ക്വാർട്ടർ കഴിയുമ്പോഴാണ് 1 year ആവണേ? 4. 24,000. ഓക്കെ, ഇത്രയുള്ള ഐറ്റംസ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ബാലൻസ് ചെയ്യാം. ബാലൻസ് ചെയ്യുമ്പോൾ 1,32,000 കിട്ടും. അതിന് നമുക്ക് ടു പ്രോഫിറ്റ് എന്ന് പറയാം. ആർക്കൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണ്ടേ? അൻവർ ക്യാപിറ്റൽ 2 ലൈൻസ് വിട്ടിട്ട് ബിശ്വാസ് ക്യാപിറ്റൽ, ദിവ്യ ക്യാപിറ്റൽ. നമുക്ക് നോക്കാം. അൻവറിനെ 1,32,000 into 3/6. 3/6 എങ്ങനെ വന്നതെന്ന് അറിയാലോ? 3:2:1 ആണ് റേഷ്യോ. ഇത് ടോട്ടൽ ചെയ്യുമ്പോൾ 6 വരും. അൻവറിന് 66,000, ബിശ്വാസിന് ഇപ്പൊ ഡിവൈഡ് ചെയ്തപ്പോ അൻവറിനെ 1,32,000 into 3/6 ചെയ്തപ്പോ 66,000, ബിശ്വാസിനെ 1,32,000 into 2/6 ചെയ്തപ്പോ 44,000, ദിവ്യക്ക് ഡിവൈഡ് ചെയ്തപ്പോ 22,000. ഓക്കെ, ഇതിനകത്ത് ഗ്യാരണ്ടി പാർട്ട്ണർ ബിശ്വാസ് ആണ്. അങ്ങനെയാണെങ്കിൽ ബിശ്വാസിന് ഗ്യാരണ്ടി ചെയ്തേക്കുന്നത് എന്താ? ഗ്യാരണ്ടി ചെയ്തേക്കണേ ബിശ്വാസിന്റെ എമൗണ്ട് 44,000 ആണ്. ബിശ്വാസിന് ഗ്യാരണ്ടി ചെയ്ത് കിട്ടിയ 44,000 ആണ് ബിശ്വാസിനെ ഷെയർ ചെയ്തപ്പോ കിട്ടിയേക്കുന്നത്. ബിശ്വാസിന് ഗ്യാരണ്ടി പറഞ്ഞേക്കുന്നത് 82,000 ആണ് പെർ ആനം വന്നേക്കണേ. എന്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടാണ്? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. ഇൻക്ലൂഡ് ചെയ്തത് എന്തൊക്കെയാണെന്ന് മാത്രം നോക്കിയാൽ മതി, എക്സ്ക്ലൂഡ് ചെയ്യണത് നോക്കണ്ട. അപ്പൊ എന്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടാണ്? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ആണ് ഇൻക്ലൂഡ് ചെയ്തേക്കണം. അപ്പൊ ബിശ്വാസിന്റെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എത്രയാണ്? 36,000 ആണ് ബിശ്വാസിന്റെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. അങ്ങനെയാണെങ്കിൽ നമുക്കത് കാൽക്കുലേറ്റ് ചെയ്യാം. എങ്ങനെയാ കാൽക്കുലേറ്റ് ചെയ്യണ്ടേ? ബിശ്വാസ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എത്രയാണ്? 36,000. ബിശ്വാസിന്റെ ഷെയർ ഓഫ് പ്രോഫിറ്റ് എത്രയാണ്? 44,000. ഇത് ടോട്ടൽ ചെയ്യുമ്പോ വരുന്നത് 80,000 ആണ്. പുള്ളിക്ക് ഗ്യാരണ്ടി പറഞ്ഞേക്കണത് എത്രയാ? 82 ആണ്. അങ്ങനെയാണെങ്കിൽ എത്രയാണ് അവിടെ കുറവുള്ളത്? 2,000 ആണ് ഡെഫിസിറ്റ് എമൗണ്ട് എന്ന് പറയുന്നത്. 2,000. ഈ 2,000 നമ്മൾ ആഡ് ചെയ്തിട്ടാണ് 82,000 ആക്കണം. അപ്പൊ നമുക്ക് ഇത് ഇവിടെ കൊണ്ടുവന്ന് ആഡ് ചെയ്യാം. അപ്പൊ ബിശ്വാസിന്റെ ഡെഫിസിറ്റ് എമൗണ്ട് പ്ലസ് ഡെഫിസിറ്റ് എത്രയാണ്? 2,000 ആഡ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാല് എത്ര കിട്ടും? 46,000 കിട്ടും. ഈ 2,000 എടുക്കുന്നത് ആരുടെ കയ്യിൽ നിന്നാ? മെറ്റ് ബൈ ദിവ്യ. ആരുടെ കയ്യിൽ നിന്ന് എടുക്കുന്നത്? എല്ലാ പാർട്ട്നേഴ്സും അല്ല കൊടുക്കുന്നത്, ദിവ്യയുടെ കയ്യിൽ നിന്നാണ് പോകുന്നത്. അങ്ങനെയാണെങ്കിൽ ദിവ്യയുടെ കയ്യിൽ നിന്ന് നമുക്ക് 2,000 കുറയ്ക്കാം. മൈനസ് ഡെഫിസിറ്റ് എമൗണ്ട് 2,000 കുറച്ച് കഴിഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ഈ ഡിഫറൻസ് മായ്ച്ചിട്ട് ഔട്ടറിലോട്ട് എഴുതാം. $22,000. സോറി, 22 അല്ല, 20,000. 20,000. അങ്ങനെയാണെങ്കിൽ ഇവിടെ അൻവറിനൊന്നും പറയുന്നില്ല. അങ്ങനെയാണെങ്കിൽ അൻവറിന്റെ എമൗണ്ട് നേരെ നമുക്ക് ഔട്ടറിലോട്ട് എഴുതാം. ഓക്കെ, ഇത് മനസ്സിലായോ? ഇത് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇതെല്ലാവരും നോട്ട് ചെയ്ത് വെക്കുക. സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നിങ്ങളുടെ നോട്ട്ബുക്കിൽ തന്നെ ചെയ്തു നോക്കുക. എന്നിട്ട് മനസ്സിലായി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വീണ്ടും വീഡിയോ കാണുക. ഓക്കെ, അപ്പൊ ഗ്യാരണ്ടി പ്രോഫിറ്റ് എല്ലാവർക്കും അതിന്റെ ക്വസ്റ്റ്യൻസ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നും അതിന്റെ കോൺസെപ്റ്റ് എങ്ങനെയാണെന്നും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്തൊരു ടോപ്പിക്കായിട്ട് വീണ്ടും കാണാം.